സ്വാഗതം. ലൈവ് അറ്റ് 6 ആദ്യം തലക്കെട്ട്. പാർട്ടിയുടെ വീഴ്ചകൾ തുറന്നു പറഞ്ഞ എം.എ. ബേബി. ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം വരെയുള്ളവർക്ക് പോരായ്മകളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വലിയ വീഴ്ചകൾ പറ്റി. എല്ലാവരും സ്വയം വിമർശനം നടത്തണമെന്നും ജനറൽ സെക്രട്ടറി. തോൽവി ചർച്ച ചെയ്യാൻ വിശാല സംസ്ഥാന സമിതി ചേരും. പ്രതിപക്ഷ ഉപനേതാവ് തർക്കം പരിഹരിക്കാൻ CPI-യുമായി ചർച്ച നടത്തി മുന്നണി കൺവീനർ. UDF സർക്കാരിനെതിരെ ബദൽ ധവളപത്രം പുറത്തിറക്കി CPM. മുൻ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ കടൽ സംബന്ധിച്ച് UDF കള്ളപ്രചരണം നടത്തും. BJP കൗൺസിലർ R. സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത മേയർ. ജയിലിൽ സത്യപ്രതിജ്ഞ കേരള ചരിത്രത്തിൽ ആദ്യം. ഇരട്ട നീതിയെന്ന് CPM. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ട് വെച്ചതിലും പണം തട്ടി. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ്. പാർട്ടി നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തുരങ്കപാത പദ്ധതിയിലെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് അവഗണിച്ചു. മുൻ ചീഫ് സെക്രട്ടറിയെ ജയതിലക് പ്രതിക്കൂട്ടിലേക്ക്. പദ്ധതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെടേണ്ടെന്ന നിലപാടിൽ ദുരൂഹത. CPM-ന്റെ ഭൂമി കൈയേറ്റം പിടിക്കാൻ കേരള സർവകലാശാല. മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തും. AKG പഠന കേന്ദ്രത്തിനായി ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ അന്വേഷണം. ഭരണമാറ്റത്തിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി സർവകലാശാല അധികൃതർ. താഴമൺ കുടുംബത്തിൽ നിന്നും തന്ത്രിസ്ഥാനം മാറ്റുന്നതിനോട് ദേവസ്വം ബോർഡിന് യോജിപ്പില്ല. തന്ത്രി കണ്ഠർ രാജീവരുടെ മകനെ ശബരിമലയിൽ തന്ത്രിയാക്കുന്നതിനെ അനുകൂലിക്കും. തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും. കോടതിയുടെ അനാവശ്യ കൈകടത്തലെന്ന മന്ത്രിയുടെ വാദത്തിൽ ദേവസ്വം ബോർഡിന് മൗനം. ഭരണം മാറിയിട്ടും ADGP അജിത് കുമാറിന് ആഭ്യന്തര വകുപ്പിന്റെ സംരക്ഷണം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരായ കേസ് അട്ടിമറിച്ച വിഷയത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന് DGP. SIT റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് പോലീസ് മേധാവി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാവാൻ കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്നു രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് യാത്ര. റഷ്യക്കാരായ 2 പേരും ഒപ്പമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഇരയുടെ അന്തസ് മാനിക്കണമെന്ന് കോടതി. മന്ത്രിയായിരിക്കെ പൊതുവേദിയിൽ നേരിട്ട അധിക്ഷേപം തുറന്നു പറഞ്ഞു ബിന്ദു കൃഷ്ണ. കൊല്ലത്തെ പരിപാടിക്കിടെ മുഖമില്ലാതെ ശരീരഭാഗം മാത്രം മൊബൈലിൽ പകർത്തി സദസ്സിലിരുന്നയാൾ സോഷ്യൽ മീഡിയയിലിട്ടു. മന്ത്രിയായ തനിക്ക് അനുഭവമെങ്കിൽ മറ്റ് സ്ത്രീകളുടെ അവസ്ഥ കഷ്ടമാണെന്ന് മന്ത്രി. അശാന്തമായി പശ്ചിമേഷ്യ. അടിച്ചും തിരിച്ചടിച്ചും അമേരിക്കയും ഇറാനും. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. പ്രതിഷേധമറിയിച്ച് രാജ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ പ്രകോപനം. എണ്ണവില കുതിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി പൂരത്തിലേക്ക്. ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസും സ്പെയിനും. കിലിയൻ എംബാപ്പയും ലെമിൻ യമാലും നേർക്കുനേർ. പോരാട്ടം ഡാലസ് സ്റ്റേഡിയത്തിൽ 12:30. വിശദമായി കടക്കുമ്പോൾ പാർട്ടിയുടെ വീഴ്ചകൾ സംബന്ധിച്ച എം.എ. ബേബിയുടെ ചില തുറന്നു പറച്ചിലാണ് ആദ്യം. ഏത് സഖാക്കൾക്ക് വീഴ്ച പറ്റിയാലും പാർട്ടിയെ ബാധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി. സ്വയം വിമർശനം നടത്തേണ്ടവരായി ആരുമില്ല. ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം വരെയുള്ളവർക്ക് പോരായ്മകളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്നും കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം എം.എ. ബേബി പറഞ്ഞു. കേരളത്തിൽ തോൽവി ചർച്ച ചെയ്യാൻ വിശാലമായ സംസ്ഥാന സമിതി ചേരാനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു.
സംസ്ഥാന സമിതി യോഗത്തിൽ നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ കേട്ടില്ല. കേരളത്തിലടക്കമോ നേതൃമാറ്റം അതിനുള്ള വിഷയം അത് ചർച്ചയാകുന്ന അജണ്ടയിലില്ല കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞു. എന്തായാലും സംസ്ഥാന സമിതി യോഗം ചേരുന്ന സമയത്ത് അത്തരത്തിലൊരു ആവശ്യം അങ്ങനെയുണ്ടോ? വിശാല സംസ്ഥാന സമിതി യോഗം ചേരുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളെ, അതിന്റെ ബലഹീനതകളെ, കുറവുകളെയൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഈ ബലഹീനതകളും കുറവുകളും തീർക്കാൻ എന്ത് വേണം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. അവിടെ ചർച്ച ചെയ്ത് എന്തെല്ലാം തീരുമാനിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിക്കില്ല. അവിടെ പോയി ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. CPM-ൽ ഈ തരത്തിൽ ഗൗരവമായ ചർച്ചകൾ നടക്കുമ്പോൾ മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയം ഇടത് മുന്നണിയിലുണ്ട്. ആ വിഷയത്തിലും ഇന്ന് ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്നു. പ്രതിപക്ഷ ഉപനേതൃപദവി സമയത്ത് കിട്ടുമെന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുകയാണ്. LDF ശക്തിപ്പെടണമെന്ന കാഴ്ചപ്പാടാണ് CPI-ക്ക് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിലെ ഭിന്നത പരിഹരിക്കാൻ LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണിന്ന് ബിനോയ് വിശ്വം ഈ രീതിയിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതൃപദവിയിൽ ഭിന്നതയില്ലെന്നും പൊതു താൽപര്യം വെച്ച് പരിഹാരം കാണുമെന്നും ചർച്ചയ്ക്ക് ശേഷം TP രാമകൃഷ്ണൻ പറഞ്ഞു. CPM ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം ഞങ്ങൾ രണ്ട് പാർട്ടിയും പരസ്പരം സംസാരിച്ച് കൂടിയാലോചനയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയോ മറ്റു പ്രശ്നങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കരുത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. UDF സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ ബദൽ ധവളപത്രം പുറത്തിറക്കി CPM. AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ബദൽ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ കുത്തിനിറച്ചതാണ് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കാലപരിധിയുണ്ട്. പക്ഷേ അതിവർക്ക് ബാധകമല്ല. ഒന്ന് തീർന്നാൽ മറ്റൊന്ന് എന്നതാണ് UDF-ൻ്റെയും അവരുടെ പാർശ്വവർത്തികളുടെയും തന്ത്രം. ഇതിനെ യഥാർത്ഥ വസ്തുതകൾ അണിനിരത്തി പ്രതിരോധിക്കുക എന്നതാണ് ആവശ്യം. അത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വസ്തുതകളുടെ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതന് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് മേയർ VV രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. UDF സർക്കാരിന് ഇരട്ട നീതിയെന്ന് CPM. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. കാപ്പ കേസിൽപ്പെട്ട സുഗതന് സർക്കാർ സംരക്ഷണം നൽകുന്നു. എന്നാൽ രാഷ്ട്രീയ കേസിൽപ്പെട്ടവർക്ക് കൈവിലങ്ങ് അണിയിക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. BJP ആണെങ്കിൽ എന്ത് സഹായവും സർക്കാർ ചെയ്തു കൊടുക്കും. CPI നേതാവ് ബിനു IPയെയും SFI നേതാവ് നന്ദനെയും വിലങ്ങുവെച്ചാണ് കോടതിയിൽ കൊണ്ടുവന്നതെന്നും V. ജോയ് പറഞ്ഞു. കേരളത്തിൽ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. രാഷ്ട്രീയ കേസുകളിൽ പ്രതിയാകുന്ന CPM-ൻ്റെയും DYFI-യുടെയും SFI-യുടെയും എല്ലാം പ്രവർത്തകരെ കൈവിലങ്ങ് വെച്ചാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്നാൽ കാപ്പ കേസിലെ പ്രതി സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ വിലങ്ങ് വെച്ചല്ല കൊണ്ടുവന്നിട്ടുള്ളത്. BJP-ക്കെതിരെ ഉയരുന്ന ഫണ്ട് തട്ടിപ്പ് വിവാദങ്ങളിൽ ഒരു പുതിയ തെളിവ് കൂടി ഇന്ന് പുറത്തുവന്നു. ഫണ്ട് തട്ടിപ്പ് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ട് വച്ചതിൽ കമ്മീഷൻ ഇടപാട് നടന്നു എന്നതാണ് ഈ ഓഡിയോയിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ നേതാവുമായ കമ്മീഷൻ സംബന്ധിച്ച് ചർച്ച നടത്തുന്ന ഓഡിയോയാണ് പുറത്തുവന്നത്. ഇതിനിടെ BJP-യുടെ തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റി പട്ടികയും പുറത്തുവന്നു. പണമടങ്ങിയ ബാഗിനൊപ്പം സെൽഫി എടുത്ത സിദ്ധാർത്ഥ് BJP തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണെന്നും ഹൈടെക് സോഷ്യൽ മീഡിയ ചുമതലക്കാരുടെ പട്ടികയിൽ സിദ്ധാർത്ഥം ഉൾപ്പെട്ടതായും തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടിക.
BJP തിരഞ്ഞെടുപ്പുകളുള്ള നേതാക്കൾ മൂടിവെക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ശക്തമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷൻ കൈപ്പറ്റിയ നേതാക്കളുടെ പട്ടിക, പേരുവിവരം അടക്കമുള്ള കത്ത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ആ ആരോപണങ്ങളെയും BJP നേതൃത്വം അനൗദ്യോഗികമായി നിഷേധിച്ചിരുന്നു. ഏതായാലും ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ കമ്മീഷൻ കൈപ്പറ്റുന്നതിനെ ചൊല്ലി, അതായത് നേതാക്കളുടെയും പാർട്ടി കൊടിയുടെയും ഒക്കെ കട്ടൗട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ റെക്കോർഡാണ്, ടെലിഫോൺ സംസാരത്തിൻ്റെ റെക്കോർഡാണ് പുറത്തു വന്നത്. അതിൽ കൃത്യമായി തന്നെ പകുതി തുക, ഒരു കട്ടൗട്ട് ചിലവാകുന്നതിൻ്റെ പകുതി കമ്മീഷനായി മാറ്റണമെന്ന നിർദ്ദേശം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം നൽകുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. പിന്നെ മറ്റത് 8,000 പീസ് അടിക്കണം ഡൈ കെട്ട്. അതിൽ പാതി നമുക്കും പാതി അവർക്കും 8 രൂപ അവർക്കും 8 രൂപ നമുക്കും. 8,000 പീസ് മറ്റേ ഡൈ കെട്ടടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8,000 പീസ് അതാ 10-12 ലക്ഷം രൂപ. 8 രൂപ നമുക്ക് 8 രൂപ വരും. ആ രീതിയിൽ ബില്ല് ചെയ്യണേ. മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ. അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്തല്ലോ, ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന് നടപടി നേരിടുന്ന പാർട്ടി ചുമതല നീക്കി നിർത്തിയിരിക്കുന്ന നേതാവിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. അതിനിടെ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടൊരു ചിത്രമുണ്ടായിരുന്നു. BJPയുടെ ഒരു പ്രവർത്തകൻ, തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു പ്രവർത്തകൻ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇടപെട്ട് നടത്തിയ പ്രവർത്തകൻ നോട്ടുകെട്ടുമായി നിൽക്കുന്ന ഒരു ചിത്രം. അത് BJP നേതൃത്വവും ABP നേതൃത്വവും ഒക്കെ അന്ന് തള്ളിപ്പറഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി, അതായത് ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റി, അതിൻ്റെ കൺവീനർ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം നടപടി നേരിടുന്ന അഞ്ജൻ അതിൻ്റെ പ്രധാനിയാണ്. ആ കമ്മിറ്റിയിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പ്രധാനിയായിരുന്നു ഈ സിദ്ധാർത്ഥ് എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥ് വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ. അയാളുടെ കയ്യിലാണ് ഈ കണ്ടാൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് തോന്നുന്ന ഒരു ബാഗ് ഇട്ട് അദ്ദേഹം സെൽഫി ഇട്ടത്. ആ ചിത്രമാണ് നേരത്തെ പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥിൻ്റെ പാർട്ടി ബന്ധം കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകളാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നത്. NSS അനുകൂല നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാവുകയാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും തള്ളിപ്പറയുന്നതാണ് ഫലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. NSS നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഗുണമാവില്ല എന്നതാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാൽ BJPയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും വ്യക്തമാക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം തന്നെ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിച്ചുവെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. വയനാട് തുരങ്കപാത ദുരന്തത്തിന് പിന്നിൽ കുറ്റകരമായ ഉദ്യോഗസ്ഥ അനാസ്ഥയുണ്ടായി എന്ന് തെളിയിക്കുന്ന ചില പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി A. ജയതിലകനെ പ്രതിക്കൂട്ടിലേക്ക് എത്തിക്കുന്ന ചില തെളിവുകളാണ് പുറത്തുവരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി തള്ളിയത് എന്നതിന് വ്യക്തമായ ചില തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത്. തുരങ്കപാത വിഷയത്തിൽ KSDMAയുമായോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇടപെടേണ്ട എന്നതായിരുന്നു ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിലെടുത്ത നിലപാട്. ഇത് സംബന്ധിച്ച ഫയൽ രേഖകളാണ് ഇന്ന് പുറത്തു വന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം CPM കയ്യേറിയെന്ന പരാതിയിൽ സർവകലാശാല നടപടിക്ക്. ഇതുൾപ്പെടെ സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. സർവേ ഡയറക്ടറേറ്റിനോട് ഇക്കാര്യം ആവശ്യപ്പെടാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. AKGയുടെ സ്മരണ നിലനിർത്താൻ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഭൂമി അനുവദിക്കണമെന്ന AKG സ്മാരക കമ്മിറ്റിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1977 AK ആന്റണി സർക്കാർ സർവകലാശാലയുടെ ഭൂമി CPMന് അനുവദിച്ചത്. എന്നാൽ ഇതിനു പുറമെ കൂടുതൽ ഭൂമി CPM കയ്യേറിയെന്ന പരാതി ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിൽ തന്നെയുണ്ട്. ഇതിനിടയിലാണ് സർവകലാശാലയുടെ പുതിയ നീക്കമുണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. പാവങ്ങളുടെ പടത്തലവനെന്ന് CPM വിശേഷിപ്പിക്കുന്ന ജനകീയ നേതാവ്, കേരളം കണ്ട ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രം CPM ആരംഭിച്ചത്. 77 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ AKG സ്മാരക സമിതിയുടെ സെക്രട്ടറി EK നായനാർ അന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയെ
ഭൂമിയിൽ നിന്ന് 34 സെന്റ്, പാളയത്തെ ഭൂമി 34 സെന്റ് CPM-ന് വിട്ടുകൊടുത്തത്. AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനായിരുന്നു ഈ ഭൂമി അന്ന് സർക്കാർ CPM-ന് AKG സ്മാരക സമിതിക്ക് വിട്ടുകൊടുത്തത്. 34 സെന്റായിരുന്നു അന്ന് വിട്ടുകൊടുത്താൽ പിന്നീട് 84 ആയപ്പോൾ ഇതിൽ വലിയ തർക്കങ്ങളുണ്ടായി. CPM ഭൂമി കയ്യേറി, 20 സെന്റിലേറെ ഭൂമി CPM കയ്യേറി എന്ന ആരോപണം ഉയർന്നു വന്നു. 92-ൽ വിളനിലം സർവകലാശാല വൈസ് ചാൻസലറായിരിക്കെ ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ തുടങ്ങി വെച്ചു. പിന്നീട് അത് മുന്നോട്ട് പോയില്ല. കഴിഞ്ഞ വർഷമാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടതിയെ സമീപിക്കുന്നത്. AKG സെന്ററിന്റെ പേരിൽ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ CPM കയ്യേറിയ ഭൂമി തിരിച്ചു പഠിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലാണ്. അതിനിടയിലാണ് സർവകലാശാലയിൽ ഭരണം മാറി വരുന്നതും UDF-ന് ആധിപത്യമുള്ള സിൻഡിക്കേറ്റ് വരികയും ചെയ്തത്. ഇന്നലെ ആ സിൻഡിക്കേറ്റാണ് സർവകലാശാലയുടെ എല്ലാ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത്. സർവേ ഡയറക്ടറെ ചുമതലപ്പെടുത്താനാണ്, അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം. ഇടതു സിൻഡിക്കേറ്റുകളുടെ എതിർപ്പിനിടയിലും ആ തീരുമാനം കൈക്കൊണ്ടു. മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാൻ ലക്ഷ്യം ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി അളക്കാനാണ്. അവിടെ ആ ഭൂമി കൈയേറ്റമുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ നീക്കം തന്നെയാണ് നടക്കുന്നത്. സർവകലാശാലയുടെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം CPM-ന് ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ട് AK ആൻ്റണി 1977-ലാണ് ഈ ഭൂമി AKG സെൻറ്ററിന് കൊടുത്തത്? അന്ന് CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്ന നായനാർക്കാണ് കൊടുത്തത്. എന്നാൽ കൊടുത്ത ഭൂമിയേക്കാൾ ഇരട്ടിയിൽ കൊടുത്താൽ അവർ യൂണിവേഴ്സിറ്റി ഭൂമി പിടിച്ചെടുത്തെന്നുള്ള സത്യമാണ്. എനിക്ക് സർക്കാരിൽ നിന്നും സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയ രേഖയിൽ പറയുന്നത് 55 സെൻറ്റ് ഭൂമി AKG സെന്റർ കൈവശമുണ്ടെന്നുള്ളതാണ്. ഇത് CPM നേരത്തെ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അവർ കക്ഷി ചേർന്നിട്ടുണ്ട്. കോടതി CPM നിലപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പല ഫയലുകളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോലും ഇല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും CPM-ന് ഏറ്റവും വൈകാരിക ബന്ധമുള്ള ഇടമാണ്. ദീർഘനാൾ CPM-ന് സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായി കൂടി പ്രവർത്തിച്ച AKG ശേഷം EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രവർത്തിച്ച AKG-യുടെ പേരിലുള്ള ഈ സ്ഥാപനം, അവിടെ സർക്കാർ ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നാൽ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും CPM അതിനെ തടയാൻ തന്നെയാകും ശ്രമിക്കുക. ഏതായാലും വലിയ നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കാകും ഇന്നലത്തെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം വഴിവെക്കുക. താഴമൺ കുടുംബത്തിൽ നിന്നും ശബരിമലയുടെ താന്ത്രിക അവകാശം മാറ്റേണ്ടതില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. കണ്ഠർ രാജീവരുടെ മകന് താന്ത്രിക ചുമതല കൈമാറുന്നതിൽ ബോർഡിന് എതിർപ്പില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാജീവരുടെ കത്ത് ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. കേസുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനമെടുക്കാൻ കോടതിക്ക് കൈമാറിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാവാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് യാത്ര. സോയൂസ് 2.1A റോക്കറ്റിലാണ് പേടകത്തെ വിക്ഷേപിക്കുന്നത്. റഷ്യക്കാരായ പ്യോത്യർ ഡ്രുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിനൊപ്പമുണ്ട്. അനിലിന്റെ പേടകമായ സോയൂസ് പ്രോഗ്രസ് രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ സെനിത്ത് കവാടവുമായി ബന്ധിക്കപ്പെടും. നാളെ പുലർച്ചെ 1 മണിയോടെ കവാടങ്ങൾ തുറക്കും. 1:30 അനിലും സംഘവും നിലയത്തിലേക്ക് എത്തും. തുടർന്ന് നിലയത്തിലെ എക്സ്പെഡിഷൻ 74 ദൗത്യത്തിന്റെ ഭാഗമായി ഇവർ മാറും. ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കളമാക്കി ഇറാനും അമേരിക്കയും. 2 UAE എണ്ണ ടാങ്കറുകൾ ഇറാൻ തകർത്തു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇന്ത്യ ഡൽഹിയിൽ ഇറാന്റെ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഹോർമുസിൽ വീണ്ടും US ഉപരോധം കൊണ്ടുവരാനാണ് ട്രംപിന്റെ നീക്കം. ഇതിന് ലോക രാജ്യങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. പകരം ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള നിയമം പാർലമെന്റ് പരിഗണനയിലാണെന്ന് ഇറാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലേക്ക് US വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചു. ഇടവേള. Champions in the arena. Rise from the
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ്. രണ്ട് കളികൾക്കപ്പുറം ഇനി കിരീടം. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ ആദ്യ സെമിയിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന വിശേഷണത്തോടെയാണ് യൂറോപ്പിലെ കരുത്തന്മാർ മുഖാമുഖമെത്തുന്നത്. സമീപകാല നോക്കൌട്ട് പോരാട്ടങ്ങളിൽ ഫ്രാൻസിനെ വീഴ്ത്തിയതിൻ്റെ ആത്മവിശ്വാസമുണ്ട് സ്പാനിഷ് ടീമിന്. രാത്രി 12:30 ഡാളസിലാണ് മത്സരം. ഡാളസ് സ്റ്റേഡിയം ഒരു അതിഗംഭീര പോരിനുള്ള ഒരുക്കത്തിലാണ്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ മറികടക്കാനെത്തുന്നത് ലോകകപ്പിലെ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ്. ദ്വിതീയ ദശാംശത്തിന്റെ ഫ്രഞ്ച് പടയ്ക്ക് ലക്ഷ്യം തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനലാണ്. പരുക്കിന്റെ ചെറിയ ആശങ്കകളുണ്ട് ഫ്രാൻസിന്. ഷുവാമിനെയും മനുക്കോനെയും ഉപമെക്കാനോയും ചെറിയ പരുക്കുകളുടെ പിടിയിലാണ്. കിലിയൻ എംബാപ്പയുടെ ഗോൾ ദാഹമാണ് ഫ്രാൻസിന്റെ ബലം. ഗോൾഡൻ ബൂട്ട് ഉറപ്പാക്കാനുള്ള പാച്ചിലാണ് ആ സൂപ്പർ താരം. ആക്രമണവും ഞൊടിയിടയിലെ കൗണ്ടർ അറ്റാക്കുമാണ് ഫ്രാൻസിനെ ഭയപ്പെടേണ്ട ടീമാക്കി മാറ്റുന്നത്. ഈ ലോകകപ്പിൽ 16 ഗോളുകളാണ് ഫ്രഞ്ച് പട വലയിൽ കയറ്റിയത്. വഴങ്ങിയത് 2 എണ്ണം മാത്രം. എംബാപ്പെ, ഒലീസെ, ഡെംബെല്ലെ എന്നിവർ സ്പാനിഷ് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളി ഉയർത്തും. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ ഫ്രാൻസ് കരുത്തു കാട്ടുമെന്നാണ് പ്രവചനങ്ങൾ. ഭദ്രമായ പ്രതിരോധ കോട്ടയുമാണ് സ്പെയിൻ ടൂർണമെന്റിൽ മുന്നേറിയത്. ബെൽജിയത്തിനെതിരായ ക്വാർട്ടറിലാണ് ആദ്യമായി ഗോൾ വഴങ്ങിയത് പോലും. ഗോൾ കീപ്പർ ഉനൈ സിമോണിന് കരുത്താകുന്നത് ലപ്പോർട്ടും കുബാർസിയും പെഡ്രോ പോറോയും കുക്കുറയും ചേർന്നുള്ള ഉരുക്കുകോട്ടയാണ്. ക്യാപ്റ്റൻ റോദ്രി മധ്യനിരയിൽ കെടാക്കനലാണ്. ഡാനി ഓൾമോ ഒയർസബാൽ സഖ്യത്തിനൊപ്പം റൈറ്റ് വിങ്ങിലെ ലാമിൻ യമാലിന്റെ നൃത്തം കൂടിയാകുമ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് ആദ്യമായി ഒന്ന് പരുങ്ങും. ഫ്രാൻസ് തങ്ങളെയാണ് പേടിക്കേണ്ടത്. അവരെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ആദ്യ വെടിപൊട്ടിച്ചതും യമാലാണ്. കഴിഞ്ഞ യൂറോ കപ്പ് സെമിയിലും നേഷൻസ് ലീഗിലും ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയപ്പോൾ യമാലിന്റെ ഗോളടി മികവുണ്ടായിരുന്നു. പ്രവചനങ്ങളിൽ മുഴുവൻ ഫ്രാൻസിനാണ് മുൻതൂക്കം. ഈ ടൂർണമെന്റിൽ അവർ കളിച്ചു വന്ന വഴി തന്നെ അതിനുള്ള കാരണം. പക്ഷേ ഇത് ഫുട്ബോളാണ്. ലോകകപ്പിന്റെ സെമി ഫൈനലാണ്. ഡാലസിൽ വിസ്മയം പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനലിൽ ഉണരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഇതുവരെയുള്ള മത്സരഫലങ്ങളിൽ സ്പെയിനാണ് മുൻതൂക്കം. എന്നാൽ രാജ്യാന്തര ടൂർണമെന്റിൽ കൃത്യമായ മുൻതൂക്കം ഫ്രാൻസിനുണ്ട്. സൗഹൃദ മത്സരങ്ങൾ ഉൾപ്പെടെ 38 തവണയാണ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 18 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ 13 തവണയാണ് ഫ്രാൻസിന് ജയം സ്വന്തമാക്കാനായത്. 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. 1929 സൗഹൃദ മത്സരത്തിൽ സ്പെയിൻ 8-1 ജയിച്ചതാണ് അവരുടെ പടുകൂറ്റൻ ജയം. ആകെ വിജയങ്ങളിൽ സ്പെയിൻ മുന്നിലാണെങ്കിലും ഫിഫയും യുവേഫയും സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം ഫ്രാൻസിനാണ്. രാജ്യാന്തര വേദികളിലെ 12 മത്സരങ്ങളിൽ 6 എണ്ണം ഫ്രാൻസ് ജയിച്ചപ്പോൾ സ്പെയിനിന് 4 തവണ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പെയിൻ നേടിയ 4 ജയങ്ങളും ഈ നൂറ്റാണ്ടിലായിരുന്നു എന്നതാണ്. സൗഹൃദ മത്സരങ്ങളിൽ ഉൾപ്പെടെ 2000-ന് ശേഷം 12 തവണ ഏറ്റുമുട്ടി ഇരു രാജ്യങ്ങളും. ഇതിൽ 8 തവണ സ്പെയിനാണ് വിജയിച്ചത്. അവസാനമായി 2 ടീമുകളും ഏറ്റുമുട്ടിയത് യൂറോ കപ്പിന്റെയും നേഷൻസ് ലീഗിന്റെയും സെമി ഫൈനലുകളിലാണ്. ആ 2 മത്സരങ്ങളിലും സ്പെയിനാണ് വിജയം കണ്ടത്. അങ്ങനെ 2 കിരീടമോഹങ്ങളാണ് സ്പെയിൻ തകർത്തത്. ആ 2 സെമി വിജയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സെമി ഫൈനലിലാണ് നേർക്കുനേർ വരുന്നതെന്നത് കൗതുകമാണ്. പക്ഷേ ഇക്കുറി ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക പ്രയാസമാണ്. ലാമിൻ യമാലിന്റെ ഗോളടി മികവ് ഈ സെമിയിലും ഉണ്ടാകുമോ എന്നും കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. കശുവണ്ടി അഴിമതിയിലെ കോടതി അലക്ഷ്യ നടപടിയിൽ പുതിയ മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS. മനസ്സർപ്പിച്ചാണ് പുതിയ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. ഹൈക്കോടതിക്കെതിരായ എല്ലാ പരാമർശങ്ങളും നീക്കി എല്ലാ വീഴ്ചകളും പരിഹരിച്ചാണ് പുതിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ്. മനസ്സർപ്പിക്കാതെ ഉത്തരവിറക്കിയതിന് മാപ്പപേക്ഷിക്കുന്നുവെന്ന് കെ ബിജു IAS കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയുടെ അന്തസ്സിനെ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആദ്യ അനുമതി ഉത്തരവിൽ ഉപയോഗിച്ച ഭാഷ അനുചിതമായിരുന്നു. ഇത്തരം വീഴ്ച ഭാവിയിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുന്നുവെന്നും കെ ബിജു കോടതിയെ അറിയിച്ചു. കോടതി അലക്ഷ്യ നടപടികളിൽ നാളെ തീരുമാനമെടുക്കാനിരിക്കെയാണ് പുതിയ മാപ്പപേക്ഷ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ചത്. പൾസർ സുനിക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അപ്പീൽ വിധി വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നാണ് നിരീക്ഷണം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഈ വിധി ഉണ്ടാവുന്നത്. 20 വർഷത്തെ തടവിനാണ് പൾസർ സുനിയെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ ഇനിയും ചോദ്യം ചെയ്യും. കേസിൽ അഞ്ജലി മാത്രമാണ് പ്രതി. പോലീസ് റിപ്പോർട്ട് DMIക്ക് കൈമാറി. തിരുവനന്തപുരം കിളിമാനൂർ കൊഴുവന്നൂർ സ്കൂളിൽ റാഗിംഗ് പരാതി. +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,090 രൂപയാണ്. പവന് 1,04,720. 18 ക്യാരറ്റ് ഗ്രാമിന് 10,755 രൂപയാണ്. പവന് 86,040 രൂപ. വെള്ളി ഗ്രാമിന് 235 രൂപയാണ്. കിലോഗ്രാമിന് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള.